ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചാന്ദ്രദിന ക്യൂസ് 2026 പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറും 15 ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വായനാ ദിന ക്യൂസ്, ബഷീർ ദിന ക്യൂസ്, ചാന്ദ്രദിന ക്യൂസ്, അക്ഷരമുറ്റം ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ആദ്യമായി ബഹിരാകാശത്ത് യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വനിത ആരാണ്? ഉത്തരം കൽപ്പന ചൗള. ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തുമ്പ, തിരുവനന്തപുരം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ടൈറ്റൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. കൽപ്പന ചൗള അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കൊളംബിയ. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന പട്ടിക്കുട്ടി. ആദ്യമായി മനുഷ്യൻ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. സൂര്യൻ്റെ അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാന്ദ്രദിന ക്യൂസ് പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇനി പാർട്ട് 3 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.